ഹായ് യുവേഴ്സ്, വെൽക്കം ടു സിവിൽ ഫോക്കസ്. ജനറൽ PSC എക്സാംസിനെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ജോലി നേടാൻ സാധിക്കുന്ന എക്സാമാണ് നമ്മുടെ സിവിൽ ഓഫീസർ എക്സാം. കോമ്പറ്റീഷൻ കുറവും നിറയെ അവസരങ്ങളുമുള്ള ഫീൽഡാണ്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം നിങ്ങളെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാക്കും. സോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എനിക്ക് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിലും ബെറ്റർ ആയിട്ട് വരുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടിമ്പർ ആയിരുന്നു. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സ്റ്റെയർ ആണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു സിവിൽ ഫോക്കസ്. സ്റ്റെയറിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ കുറച്ച് ടേംസ് നമുക്ക് പരിചയപ്പെടാം. സോ ഒരു ഗ്രീൻ കളറിൽ ഫസ്റ്റ് കാണിച്ചതാണ് നിവൽ പോസ്റ്റ്. ഒരു സ്റ്റെയറിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ലാൻഡിങ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് നിവൽ പോസ്റ്റ്. ദെൻ യെല്ലോ കളറിൽ അവിടെ കാണിച്ചിട്ടുള്ളതാണ് ഹാഫ് നിവൽ, അത് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ. ദെൻ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ബാലുസ്റ്റർ. ഈ ബാലുസ്റ്റേഴ്സ് ഒരുപാടുണ്ടാകും, നിവൽ പോസ്റ്റിൻ്റെ ഇടയിലായിട്ട് ബാലുസ്റ്റേഴ്സ് ഒരുപാട് ഉണ്ടാവും. ദെൻ ഹാൻഡ് റെയിൽ, ആ ഒരു വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ളത് ഹാൻഡ് റെയിലാണ്. നമുക്കറിയാം അത് വുഡൻ അല്ലെങ്കിൽ മെറ്റൽ അതുപോലെയുള്ള ഹാൻഡ് റെയിൽസ് ഉണ്ടാകും. ഈ ബാലുസ്റ്റേഴ്സിൻ്റെ മേലെ വെക്കുന്നതാണ് ഹാൻഡ് റെയിൽ. ദെൻ ഒരു ബ്ലാക്ക് കളറിൽ കാണിക്കുന്നതാണ് സ്ട്രിങ്. ഈ സ്ട്രിങ്ങേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, ക്ലോസ്ഡും ഓപ്പണും. സോ വാളിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള ഒരു സ്ലോപ്പിംഗ്, ആ ഒരു വാളിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണെങ്കിൽ അത് ക്ലോസ്ഡും, അല്ലാതെ ഈ ഒരു പിക്ചറിൽ കാട്ടിയ ആ ഒരു ഭാഗമാണെങ്കിൽ അത് ഓപ്പൺ സ്ട്രിങ്ങറുമാണ്. ദെൻ ആ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ കാട്ടിയത് ത്രെഡാണ്, അതായത് നമ്മൾ ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഭാഗത്തെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. ബ്ലൂ കളറിൽ, അതായത് സ്കൈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഭാഗമാണ് റൈസർ. വെർട്ടിക്കൽ പോർഷൻ, അതായത് 2 ത്രെഡ്സിൻ്റെ ഇടയിലുള്ള വെർട്ടിക്കൽ ഒരു പോർഷനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുക. ദെൻ നോസിങ്, ത്രെഡ്സ് കുറച്ച് ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുക. ദെൻ ഷൂ റെയിൽ. അപ്പോൾ ഇത്രയാണ് കുറച്ച് ടേംസ് നമുക്കിതിൽ ആദ്യം പരിചയപ്പെടാനുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് ആണ്. ആദ്യം തന്നെ സ്റ്റെപ്പ്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് സ്റ്റെയർ വിച്ച് പെർമിറ്റ്സ് അസെൻഡ് ഓർ ഡിസെൻഡ്. സോ ഒരു സ്റ്റെയറിൽ കയറാനോ ഇറങ്ങാനോ ഉള്ള സ്റ്റെയറിൻ്റെ ഒരു പോർഷനെയാണ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വൺ ത്രെഡാണ്. ഇറ്റ് ഈസ് ദ അപ്പർ ഹൊറിസോണ്ടൽ പോർഷൻ ഓഫ് എ സ്റ്റെപ്പ് അപ്പോൺ വിച്ച് ദ ഫൂട്ട് ഈസ് പ്ലേസ്ഡ് വൈൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. സോ ഒരു പിക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ ബ്രൗൺ കളറിൽ കാട്ടിയിട്ടുള്ളത് ത്രെഡാണ്. എന്താണ്, നമ്മളൊരു ഹൊറിസോണ്ടൽ പോർഷനാണ്, നമ്മൾ ഫൂട്ട് പ്ലേസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റൈസർ. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ പോർഷൻ ഓഫ് ദ സ്റ്റെപ്പ് പ്രൊവൈഡിങ് എ സപ്പോർട്ട് ടു ദ ത്രെഡ്. സോ ആ ഒരു ഫസ്റ്റ് ഫിഗറിൽ ബ്ലൂ പോർഷനിൽ കാട്ടിയത് റൈസറാണ്. ഈ ത്രെഡ്സിൻ്റെ ഇടയിലുള്ള ഒരു വെർട്ടിക്കൽ പോർഷനെയാണ് നമ്മൾ റൈസർ എന്ന് പറയുക. നെക്സ്റ്റ് വൺ റൈസ്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ത്രെഡ്. ഈ റൈസറിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുക. സോ അവിടെ ഒരു ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. റൈസറും റൈസും ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കുക. നെക്സ്റ്റ് വൺ ഗോയിങ്. ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് റൈസർ. സോ ഈ ത്രെഡിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഗോയിങ് എന്ന് പറയുക. ത്രെഡ് ഹൊറിസോണ്ടൽ പോർഷൻ, അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഗോയിങ്. റൈസർ വെർട്ടിക്കൽ ആ ഒരു പോർഷൻ, അതിൻ്റെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റൈസ് എന്ന് പറയുക. സെക്കൻഡ് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നെക്സ്റ്റ് വൺ നോസിങ് ആണ്. പ്രൊജക്ഷൻ പാർട്ട് ഓഫ് ദ ത്രെഡ് ബിയോണ്ട് ദ ഫേസ് ഓഫ് റൈസർ. സോ ഒരു ഫസ്റ്റ് ഫിഗറിൽ നോക്കുകയാണെങ്കിൽ റെഡ് കളറിൽ കാട്ടിയത് നോസിങ് ആണ്. എന്താണ്, ത്രെഡിൽ നിന്ന് ചെറിയൊരു പോർഷൻ നമുക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലാൻഡിങ്. എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ദ ലെവൽ പ്ലാറ്റ്ഫോം അറ്റ് ദ ടോപ്പ് ഓർ ബോട്ടം ഓഫ് എ ഫ്ലൈറ്റ് ബിറ്റ്വീൻ ദ ഫ്ലോർസ്. സോ ഫ്ലോർസിൻ്റെ ഇടയിലുള്ള ഒരു ലെവൽ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ലാൻഡിങ് എന്ന് പറയുക. അത് ഒരു കാരണം ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റെസ്റ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് ചേഞ്ച് ഓഫ് ഡിറക്ഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ടേക്കിംഗ് റെസ്റ്റ്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്ക് റൈസർ, റൈസ്, ഗോയിങ്, ത്രെഡ്, ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുണ്ട്. അവിടെ ഒരു ചേഞ്ചസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് എപ്പോഴും റൈസറും റൈസും റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട്. കൂടുതൽ അതൊന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ ഈസ് കോട്ടിയ. ഇറ്റ് ഈസ് ദ മോൾഡിംഗ് പ്രൊവൈഡഡ് അണ്ടർ ദ നോസിങ് ടു ഇംപ്രൂവ് ദ എലിവേഷൻ ഓഫ് എ സ്റ്റെപ്പ്. സോ എന്താണ് ഈ സ്കോട്ടിയ എന്ന് പറയുന്നത്?
സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു നോസിങ് എന്താണെന്നുള്ളത്. ത്രെഡിൽ നിന്ന് ഒരു ചെറിയ പോർഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നോസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ നമ്മൾ എലിവേഷൻ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മോൾഡിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കോട്ടിയ എന്ന് പറയുന്നത്. സോ ഒരു ഫസ്റ്റ് ഫിഗറിൽ ആരോ മാർക്സ് കൊടുത്തത് നോസിങ്ങും അതിൻ്റെ താഴെയുള്ള ഒരു മോൾഡിങ് സ്കോട്ടിയോ ആണ്. നെക്സ്റ്റ് വൺ ഈസ് സോഫിറ്റ്. ഇറ്റ് ഈസ് ദ അണ്ടർ സൈഡ് ഓഫ് എ സ്റ്റെയർ. സോ ഒരു സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തെയാണ് നമ്മൾ സോഫിറ്റ് എന്ന് പറയുന്നത്. അണ്ടർ സൈഡാണ് സോഫിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് സ്ട്രിങ് ഓർ സ്ട്രിങ്ങേഴ്സ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ട്രിങ്ങേഴ്സ് രണ്ട് രീതിയിലുണ്ട്, ക്ലോസ്ഡും ഉണ്ട് ഓപ്പണും ഉണ്ട്. സോ ഒരു ഫസ്റ്റ് ഫിഗറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണുന്നത് ഓപ്പൺ സ്ട്രിങ്ങറാണ്. നമ്മൾ വാളിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണെങ്കിൽ അത് ക്ലോസ്ഡ് സ്ട്രിങ്ങറാണ്. സ്ലോപ്പിംഗ് മെമ്പർ വിച്ച് സപ്പോർട്ട് ദി സ്റ്റെപ്പ് ഇൻ എ സ്റ്റെയർ. സോ ഒരു സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സ്റ്റെയറിലെ സ്റ്റെപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ലോപ്പിംഗ് മെമ്പറെയാണ് എന്ത് പറയുന്നത്? സ്ട്രിങ് ഓർ സ്ട്രിങ്ങേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലൈൻ ഓഫ് നോസിങ്. ഇമാജിനറി ലൈൻ പാരലൽ ടു ദ സ്ട്രിങ്സ് ആൻഡ് ടാൻജൻഷ്യൽ ടു ദ നോസിങ്. സോ ഒരു സെക്കൻഡ് ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നോസിങ്ങിന് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഇമാജിനറി ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് നോസിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പിച്ച് ഓർ സ്ലോപ്പ്. It is the angle which the line of nosing of the stair make with the horizontal. സോ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ ലൈൻ ഓഫ് നോസിങ് ഉണ്ട്, ആ ഒരു ഇമാജിനറി ലൈൻ ഹൊറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ പിച്ച് അഥവാ സ്ലോപ്പ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ആംഗിൾ വിച്ച് ദി ലൈൻ ഓഫ് നോസിങ് ഓഫ് ദ സ്റ്റെയർ മേക്ക് വിത്ത് ദ ഹൊറിസോണ്ടൽ. സോ ലൈൻ ഓഫ് നോസിങ്ങും പിച്ചും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. സ്കോട്ടിയ, സോഫിറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ പറയുന്ന എല്ലാ പോയിൻറ്റ്സും ശ്രദ്ധിച്ച് നോക്കുക. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ആണ്. എന്താണ് ഫ്ലൈറ്റ്? അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ലാൻഡിങ്. സോ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സ്റ്റാർട്ടിങ് മുതൽ ആ ലാൻഡിങ് വരെയുള്ള ആ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സിനെയാണ്, അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്പിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് നിവൽ പോസ്റ്റ്. സോ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ആ ഒരു ഗ്രീൻ കളറിൽ കാട്ടിയിരുന്നു നിവൽ പോസ്റ്റ് എന്താണെന്ന്. വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി എൻഡ്സ് ഓഫ് ഫ്ലൈറ്റ്. സോ ഫ്ലൈറ്റ്സിൻ്റെ എൻഡിലാണ് ഈ നിവൽ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. Next one is baluster, vertical member of wood or metal supporting the handrail. So ഒരു ഹാൻഡ് റെയിൽസിൽ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള, അത് വുഡ് ആവാം മെറ്റൽ ആവാം, ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ ബാലുസ്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബാലുസ്ട്രേഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബാലുസ്റ്റേഴ്സ്, ഹാൻഡ് റെയിൽ ആൻഡ് ന്യൂവൽ പോസ്റ്റ്. സോ ഈ ബാലുസ്റ്ററും ഹാൻഡ് റെയിലും അതുപോലെ ന്യൂവൽ പോസ്റ്റും ഇതെല്ലാം അടങ്ങുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ബാലുസ്ട്രേഡ്. Next one, handrail. It is the rounded or molded member of wood or metal fixed on the top of balusters. സോ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് ഹാൻഡ് റെയിൽ. അത് റൗണ്ടഡ് ആയിട്ടുള്ള മോൾഡഡ് മെമ്പർ ആയിരിക്കും, ഒന്നെങ്കിൽ അത് വുഡ് ആവാം അല്ലെങ്കിൽ അത് മെറ്റൽ ആവാം. സോ ബാലുസ്റ്റേഴ്സിൻ്റെ മേലെ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് ഹാൻഡ് റെയിൽ. നെക്സ്റ്റ് വൺ, ഹെഡ് റൂം. മിനിമം ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ത്രെഡ് ആൻഡ് സീലിംഗ്. സോ അതിൻ്റെ ഒരു ത്രെഡ് മുതൽ സീലിംഗ് വരെയുള്ള ഒരു മിനിമം ക്ലിയർ ഡിസ്റ്റൻസിനെയാണ് ഹെഡ് റൂം എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക, അതിൻ്റെ മിനിമം ഡിസ്റ്റൻസ് 2.1 മീറ്റർ ആണ്. എക്സാമിൽ കുറേ പ്രാവശ്യം ആവർത്തിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഹെഡ് റൂമിൻ്റെ മിനിമം ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ത്രെഡ് ആൻഡ് സീലിംഗ് 2.1 മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ, റെഡ്. Run means it is the total length of stairs in a horizontal plane including landing. സോ ഒരു ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റെയർ ആണ്, സ്റ്റെയറിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ, അതായത് ലാൻഡിങ് ഉൾപ്പെടെയുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഒരു ടോട്ടൽ ലെങ്ത്തിനെയാണ് റൺ എന്ന് പറയുന്നത്. സോ ഇതിൽ ബാലുസ്റ്റർ, ന്യൂവൽ പോസ്റ്റ്, ബാലുസ്ട്രേഡ് എല്ലാം ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. ഹെഡ് റൂമും പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക, 2.1 മീറ്റർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് സ്റ്റെപ്സ് ആണ്. സോ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഫസ്റ്റ് വൺ ഈസ് ഫ്ലയർ. ഓർഡിനറി സ്റ്റെപ്പ് ഓഫ് യൂണിഫോം വിഡ്ത്ത് ആൻഡ് റെക്ടാങ്കുലർ ഷേപ്പ് ഇൻ പ്ലാൻ. സോ നമ്മൾ ഓർഡിനറി കാണുന്ന സ്റ്റെപ്സാണ്. യൂണിഫോം വിഡ്ത്തും അതുപോലെ തന്നെ റെക്ടാങ്കുലർ ഷേപ്പിലും ആയിട്ടുള്ള സ്റ്റെപ്സിനെയാണ് പൊതുവെ ഫ്ലയർ എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ബുൾനോ സ്റ്റെപ്പ്. provided at bottom of flight with curved riser project in front of the newel post. സോ ഒരു സെക്കൻഡ് ഫിഗർ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളൊരു ഫ്ലൈറ്റിൻ്റെ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന കർവ്ഡ് റൈസറോട് കൂടിയിട്ടുള്ള ന്യൂവൽ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന സ്റ്റെപ്സിനെയാണ് ബുൾനോ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ന്യൂവൽ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന കർവ്ഡ് റൈസറോട് കൂടിയ സ്റ്റെപ്സിനെയാണ് ബുൾനോ സ്റ്റെപ്പ് എന്ന് പറയുക. തേർഡ് വൺ ഈസ് റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ്.
Similar to bull nose step except that it has a semicircular end which projects out from the stringer. So തേർഡ് ഫിഗർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും സ്ട്രിഞ്ചറിൽ നിന്ന് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സെമി സർക്കുലർ ആയിട്ടുള്ള എൻഡോട് കൂടിയ ബുൾനോസ് സ്റ്റെപ്സിനെയാണ് റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ സിമിലർ ടു ബുൾനോസ് സ്റ്റെപ്പാണ്, ഒരു സെമി സർക്കുലർ എൻഡോട് കൂടിയ പ്രൊജക്ഷൻ അതിലുണ്ട് സ്ട്രിഞ്ചറിൽ നിന്ന് പുറത്തേക്ക്. നെക്സ്റ്റ് വൺ ഈസ് പ്ലേഡ് സ്റ്റെപ്പ് provided at the beginning of the flight with its end near the newel post is played. So splayed step എന്ന് പറയുന്നത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ ബിഗിനിങ്ങിൽ കൊടുക്കുന്നതാണ്. ന്യൂവൽ പോസ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് സ്പ്ലേഡോട് കൂടി, അതായത് ഒരു കട്ടോട് കൂടിയ സ്റ്റെപ്സിനെയാണ് നമുക്ക് ആ പിക്ചറിൽ നിന്ന് മനസ്സിലാകും സ്പ്ലേഡ് സ്റ്റെപ്പ്. സോ ഫ്ലയർ, ബുൾനോസ് സ്റ്റെപ്പ്, റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് ആൻഡ് സ്പ്ലേഡ് സ്റ്റെപ്പ്. ആ ഒരു ഫിഗർ വെച്ച് പഠിച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കമോഡ് സ്റ്റെപ്പ്. ഇറ്റ് ഹാസ് കർവ്ഡ് ത്രെഡ് ആൻഡ് റൈസർ. സോ ഒരു ഫിഗറിൽ നിന്ന് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോർഷനിൽ കാണിച്ചിട്ടുള്ളത് കമോഡ് സ്റ്റെപ്പാണ്. അതിന് കർവ്ഡ് ത്രെഡും കർവ്ഡ് റൈസറും ആയിരിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വൺ ഈസ് ഡാൻസിങ് ഓർ ബാലൻസിങ് സ്റ്റെപ്പ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? വൈൻഡേഴ്സ് വിച്ച് ഡു നോട്ട് റേഡിയേറ്റ് ഫ്രം എ കോമൺ സെൻറ്റർ. സോ അതിൻ്റെ മുന്നേ നമുക്ക് ആ ഒരു വൈൻഡേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ദീസ് ആർ ദ ടേപ്പറിംഗ് സ്റ്റെപ്സ് റേഡിയേറ്റ് ഫ്രം എ പോയിൻറ്റ് യൂഷ്വലി സിറ്റുവേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് എ ന്യൂവൽ. സോ ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ നോക്കുക, ആ ഒരു ന്യൂവൽ പോസ്റ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ടേപ്പറിംഗ് സ്റ്റെപ്സിനെയാണ് നമ്മൾ വൈൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു സെൻട്രൽ നിന്ന്, കോമൺ സെൻട്രൽ നിന്ന് അല്ല ആ ഒരു വൈൻഡേഴ്സ് റേഡിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡാൻസിങ് ഓർ ബാലൻസിങ് സ്റ്റെപ്പ് എന്ന് പറയുക. സോ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും വാട്ട് ഈസ് ഡാൻസിങ് ഓർ ബാലൻസിങ് സ്റ്റെപ്പ് ആൻഡ് വൈൻഡേഴ്സ്. വൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റെപ്സ് റേഡിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ടേപ്പറിംഗ് സ്റ്റെപ്സിനെയാണ് വൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അതൊരു കോമൺ സെൻറ്ററിൽ നിന്ന് അല്ല റേഡിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ വൈൻഡേഴ്സിനെയാണ് ഡാൻസിങ് ഓർ ബാലൻസിങ് സ്റ്റെപ്പ് എന്ന് പറയുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയമെൻഷൻസ് ഓഫ് എ സ്റ്റെപ്പാണ്. ട്വൈസ് ദ റൈസ് ഇൻ സെൻറ്റിമീറ്റർ പ്ലസ് ഗോയിങ് ഇൻ സെൻറ്റിമീറ്റർ ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ. സോ റൈസ് ഡബിൾ ചെയ്ത് അതിൻ്റെ കൂടെ ഗോയിങ് ആഡ് ചെയ്യുകയാണെങ്കിൽ 60 സെൻറ്റിമീറ്റർ ആയിരിക്കണം. റൈസ് ഇൻ സെൻറ്റിമീറ്റർ പ്ലസ് ഗോയിങ് ഇൻ സെൻറ്റിമീറ്റർ ഈക്വൽ ടു 40 to 45 സെൻറ്റിമീറ്റർ. റൈസും ഗോയിങ്ങും ആഡ് ചെയ്യുമ്പോൾ 40 to 45 റേഞ്ചിലായിരിക്കണം. റൈസ് ഇൻ സെൻറ്റിമീറ്റർ ഇൻറ്റു ഗോയിങ് ഇൻ സെൻറ്റിമീറ്റർ ഈക്വൽ ടു 400 to 450 സെൻറ്റിമീറ്റർ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400 to 450 സെൻറ്റിമീറ്റർ ആയിരിക്കണം. Adopt rise equal to 14 centimeter and going equal to 30 centimeter as standard. Then for every 20 mm subtracted from going, add 10 mm to the rise. So ഒരു റൈസ് 14 സെൻറ്റിമീറ്ററും ഗോയിങ് 30 സെൻറ്റിമീറ്ററും നമ്മളൊരു സ്റ്റാൻഡേർഡ് ആക്കി വെക്കുകയാണെങ്കിൽ അതിൽ ഗോയിങ്ങിൽ ഓരോ 20 mm സബ്ട്രാക്റ്റ് ചെയ്യുമ്പോഴും റൈസിൽ 10 mm ഇൻക്രീസ് ചെയ്യണം. സോ ദീസ് ആർ ദി ഡയമെൻഷൻസ് ഓഫ് എ സ്റ്റെപ്പ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ട്വൈസ് ദി റൈസ് ഇൻ സെൻറ്റിമീറ്റർ പ്ലസ് ഗോയിങ് ഈക്വൽ ടു ഓപ്ഷണൽ 60, 40, 45 അങ്ങനെ മാറിത്തരും. സോ അതിൽ ഈ ഒരു ഡയമെൻഷൻസ് ഓഫ് എ സ്റ്റെപ്പ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർസ്. സോ സ്റ്റെയർസ് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് സ്റ്റെയർ ആൻഡ് ടേണിംഗ് സ്റ്റെയർ. ഈ സ്ട്രെയിറ്റ് സ്റ്റെയർ തന്നെ വീണ്ടും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിംഗിൾ ഫ്ലൈറ്റ് സ്റ്റെയർ ആൻഡ് ഡബിൾ ഫ്ലൈറ്റ് സ്റ്റെയർ. എന്താണ് ഈ സ്ട്രെയിറ്റ് സ്റ്റെയർ? സ്റ്റെയർ റൺ സ്ട്രെയിറ്റ് ബിറ്റ്വീൻ 2 ഫ്ലോർസ്. സോ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സ്റ്റെയർസിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. 2 ഫ്ലോർസിനിടയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന സ്റ്റെയർസിനെയാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുക. ഫസ്റ്റ് ഫിഗർ നിങ്ങൾ നോക്കുക, സിംഗിൾ ഫ്ലൈറ്റ്, ഒറ്റ സ്ട്രെച്ചിൽ അവിടെ ഒരു സ്റ്റെയർ വരികയാണെങ്കിൽ അതിനെയാണ് സിംഗിൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡബിൾ ഫ്ലൈറ്റ്, അവിടെ ഒരു ഇടയിൽ ഒരു ലാൻഡിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് സ്റ്റെയറിൻ്റെ ഇടയിൽ ഒരു ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ഫ്ലൈറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഈസ് 12 ആൻഡ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഈസ് 3. എപ്പോഴും ആവർത്തിച്ച് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, മാക്സിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഈസ് 12 ആൻഡ് ദ മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഈസ് 3. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടേണിംഗ് സ്റ്റെയർ ആണ്. ഈ ടേണിംഗ് സ്റ്റെയർ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്വാർട്ടർ ടേൺ സ്റ്റെയർസ്, ഹാഫ് ടേൺ സ്റ്റെയർസ്, 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർസ് ആൻഡ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർസ്. സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ്. ഇത് വീണ്ടും 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ന്യൂവൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറും ജോമെട്രിക്കൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറും.
സോ എന്താണ് ഈ ക്വാർട്ടർ ടേൺ സ്റ്റെയറിൻ്റെ പ്രത്യേകത? 90 ഡിഗ്രിയിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ അത് ടേൺ ചെയ്യുന്ന സ്റ്റെയർസിനെയാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. which turns into the left or right, the turn being effected either by introducing a quarter space landing or by providing winders. സോ ഒരു ലാൻഡിങ്ങോ അഥവാ വൈൻഡേഴ്സോ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു 90 ഡിഗ്രിയിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ടേൺ ചെയ്യുന്ന സ്റ്റെയറിനെയാണ് നമ്മൾ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഫിഗർ ന്യൂവൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറിൻ്റെയും സെക്കൻഡ് ഫിഗർ ജോമെട്രിക്കൽ ക്വാർട്ടർ ടേൺ സ്റ്റെയറിൻ്റെയുമാണ്. അടുത്തത് ഹാഫ് ടേൺ സ്റ്റെയർ ആണ്, which has its direction reversed or changed for 180 degree. സോ ഇതിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. 180 ഡിഗ്രിയിലാണ് അത് ചേഞ്ച് വരുന്നത്. സോ അതിൽ ഡിഗ്രി ശ്രദ്ധിക്കുക, 180 ഡിഗ്രിയാണ് ഹാഫ് ടേൺ സ്റ്റെയറിന്. ഇത് 3 ടൈപ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡോഗ് ലെഗ് ഡോഗ് ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർസ്, സെക്കൻഡ് വൺ ഓപ്പൺ ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർസ്, തേർഡ് വൺ ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയർസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡോഗ് ലെഗ് ഡോഗ് ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫിഗർ അതിൻ്റെ ആണ്. സെക്ഷൻ എലിവേഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഡോഗ് ലെഗ്ഡ്. സോ അതിൻ്റെ ഒരു സെക്ഷൻ എലിവേഷൻ നോക്കുകയാണെങ്കിൽ അത് ഡോഗ് ലെഗ്ഡ് പോലെയാണ്, അതുകൊണ്ടാണ് അതിന് ഡോഗ് ലെഗ്ഡ് എന്നൊരു പേര് വന്നത്. ന്യൂവൽ പോസ്റ്റ് ആർ പ്രൊവൈഡഡ് അറ്റ് ദി ബിഗിനിങ് ആൻഡ് എൻഡ് ഓഫ് ഈച്ച് ഫ്ലൈറ്റ്. സോ ഇതിൽ ന്യൂവൽ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്ലൈറ്റിൻ്റെ ബിഗിനിങ്ങിലോ എൻഡിലോ പ്രൊവൈഡ് ചെയ്യാം. provided were no space between outer string of two flights. സോ ആ ഒരു 2 ഫ്ലൈറ്റ് നോക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാത്ത സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഡോഗ് ലെഗ്ഡ് കാണുക. പൊതുവെ വീടുകളിലെല്ലാം കാണുന്നത് ഡോഗ് ലെഗ്ഡ് ആണ്, കോമൺ ആയി കാണുന്ന ഒരു സ്റ്റെയർ ആണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. നെക്സ്റ്റ് വൺ ഓപ്പൺ ന്യൂവൽ ഹാഫ് ടേൺ സ്റ്റെയർ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഹാസ് സ്പേസ് ഓർ വെൽ ബിറ്റ്വീൻ ദി ഔട്ടർ സ്ട്രിങ്സ്. സോ ഒരു ഔട്ടർ സ്ട്രിങ്ങുകളുടെ ഇടയിൽ ഒരു നല്ല സ്പേസ് ഉണ്ട്, സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഓപ്പൺ വെൽ ഹാഫ് ടേൺ സ്റ്റെയർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. തേർഡ് വൺ ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയർ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഫീച്ചർ ഓഫ് ദീസ് സ്റ്റെയർസ് ആർ ദാറ്റ് ഓഫ് സ്ട്രിഞ്ചേഴ്സ് ആൻഡ് ദ ഹാൻഡ് റെയിൽസ് ആർ കണ്ടിന്യൂസ് വിത്തൗട്ട് എനി ഇൻ്റർവെനിങ് ന്യൂവൽ പോസ്റ്റ്. സോ ഇതിൽ സ്ട്രിഞ്ചറും അതുപോലെ തന്നെ ഹാൻഡ് റെയിലും കണ്ടിന്യൂസ് ആയിട്ട് പോകുകയാണ്, അതിൽ ഇടയിലൊരു ന്യൂവൽ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ സ്റ്റെയർസിനെയാണ് ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം 180 ഡിഗ്രി അവിടെ നോക്കുക. പിന്നെ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർസ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, സ്പേസ് കുറവുള്ള സ്ഥലങ്ങളിലാണ് ഈ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുക. ഓപ്പൺ വെൽ എന്ന് പറയുന്നത് മിഡിലിൽ സ്പേസ് ഉണ്ടാകും. ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മിഡിലൊരു ഇൻ്റർവെനിങ് ഒരു ന്യൂവൽ പോസ്റ്റ് പ്രൊവൈഡ് ചെയ്യാത്ത സ്റ്റെയർസിനെയാണ് ജോമെട്രിക്കൽ ഹാഫ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 3/4 സ്റ്റെയർ. സോ എന്താണ് ഈ ഒരു 3/4 സ്റ്റെയർസിൻ്റെ പ്രത്യേകത? ആ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇറ്റ് ചേഞ്ചസ് ഡയറക്ഷൻ 3 ടൈംസ്. സോ അതിൽ ഡയറക്ഷൻ 3 ടൈംസ് ചേഞ്ച് ആവുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റെയർസിനെയാണ് നമ്മൾ 3/4 സ്റ്റെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബൈഫോക്കേറ്റഡ് സ്റ്റെയർ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഫസ്റ്റ് ഫ്ലൈറ്റ് വിത്ത് മോർ വിഡ്ത്ത്. സോ ഫസ്റ്റ് ഫ്ലൈറ്റ് വളരെ വൈഡായിരിക്കും, ദെൻ ലാൻഡിങ്, അതിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നാരോ ഫ്ലൈറ്റ്സ് ഉണ്ടാകും. സോ വൈഡർ ഫ്ലൈറ്റ് അറ്റ് ബോട്ടം വിച്ച് ബൈഫോക്കേറ്റ്സ് ഇൻ ടു 2 നാരോ ഫ്ലൈറ്റ്, വൺ ടു ദ ലെഫ്റ്റ് ആൻഡ് അതർ ടു ദ റൈറ്റ് അറ്റ് ലാൻഡിങ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബൈഫോക്കേറ്റഡ് സ്റ്റെയർസ് സ്ഥിരമായിട്ട് വരാറുണ്ട്, സോ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫ്ലൈറ്റ് വൈഡർ ആയിരിക്കും, ദെൻ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നാരോ ഫ്ലൈറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് വണ് കണ്ടിന്യൂസ് സ്റ്റെയർസ് ആണ്. ദീസ് സ്റ്റെയർസ് ഡോണ്ട് ഹാവ് എനി ലാൻഡിങ് ഓർ എനി ഇൻ്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ്. സോ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു ന്യൂവൽ പോസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ ലാൻഡിങ് ഇല്ലാത്ത സ്റ്റെയർസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇത് 3 ടൈപ്സ് ഉണ്ട്: സ്പൈറൽ സ്റ്റെയർ, ഹെലിക്കൽ സ്റ്റെയർ ആൻഡ് സർക്കുലർ സ്റ്റെയർ. സോ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അവിടെ ലാൻഡിങ്ങും ഇല്ല, അതുപോലെ ന്യൂവൽ പോസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള സ്റ്റെയർസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സ്റ്റെയർസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻസ് ഓഫ് ദി സ്റ്റെയർസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബൈഫോക്കേറ്റഡ് സ്റ്റെയർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ quarter turn stair. The total length of a stair in a horizontal plane is called run. Third question, the common proportion of thread and riser of a step is rise in centimeter plus going in centimeter equal to 40 to 45 centimeter.
The inclined member of a stair which supports the end of steps is called string. The molding provided under nosing to beautify the elevation of a stair is known as scotia. Which stair is useful where space available is limited and traffic is less? Spiral stair. In any type of stair, maximum pitch is 45 degree. Series of steps between two landings is called flight. The angle which the line of nosing of the stair makes with the horizontal is called pitch. The horizontal upper part of a stair on which foot is placed in ascending or descending a stairway is called tread. The extreme support of a handrail provided at the top and bottom of a flight is newel post. Stair width should not be less than 90 cm. Winders are sources of danger and should be generally avoided. Quarter turn stair turns through an angle of 90 degree. The stair which neither have any landing nor any intermediate newel post is known as continuous. Public building, the maximum riser is limited to 15 cm. A level platform provided at the ends of flight in between floors is landing. The vertical distance between the tops of two consecutive threads is rise. The headroom provided for staircase should be at least 2.1 meter. The projecting part of a thread beyond the face of riser is known as nosing. Under surface of a stair is known as soffit. So ഇതെല്ലാം നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പഠിക്കുക. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയമാവുള്ളൂ. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചേഞ്ചസ് വരുന്ന രീതിയിലുണ്ടാവും. അപ്പോൾ സെലക്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഈ ഒരു സെഷന് വൈഡായിട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് ബ്രീഫായിട്ട് ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.